Watch full episodes on Jio Hotstar. വെരി ഗുഡ്. ഐ ആം റോബർട്ട്. നാട്ടിലുള്ള എല്ലാ ആൾക്കാരും എന്നെ സയന്റിസ്റ്റ് റോബർട്ട് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. റോബർട്ടിന്റെ റോബറിയുടെ സ്റ്റൈൽ ഈസ് റിയലി ഔട്ട് ഓഫ് ദിസ് വേൾഡ്. ഇത് കണ്ടോണേ, ഈ നഗരത്തിനെ കൊള്ളയടിക്കാൻ പോണത് എങ്ങനെയാണെന്ന്. ഭയങ്കര സയന്റിസ്റ്റ് ആണല്ലോ. ഇതുകൂടെ ആകുമ്പോഴത്തേക്കും എന്റെ സെഞ്ചുറി പൂർത്തിയാകും. ഇതിനു മുമ്പ് ഞാൻ 99 സിറ്റീസ് ആണ് കൊള്ളയടിച്ചിരിക്കുന്നത്. ഇല്ല ഇല്ല, ഇപ്പൊ പച്ചക്കറികൾക്കൊക്കെ ഭയങ്കര വിലയാ. ഓ, ഇതെന്തുവാ? ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ. എല്ലാരും ഓടിക്കോ. എന്താണിത്? ഓഹോ, ഇതെന്തൊക്കെയാ സംഭവിക്കുന്നേ? ഇതെങ്ങനെ ഇത്ര സാധനങ്ങൾ കാറ്റിൽ മുകളിലേക്ക് പോകുന്നത്? ഓടിക്കോ, ഓടിക്കോ. ശിവ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ആ ചെറുക്കൻ ഏതാണെന്ന് പറയേ. ഭയങ്കര സാമർത്ഥ്യക്കാരനാണെന്ന് തോന്നണ. ഇത്രയും ചെറിയ ചെറുക്കൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൂട്ടണത്. സൈക്കിളും പറപ്പിക്കുന്നത് കണ്ടില്ലായോ? എങ്ങനെയെങ്കിലും അവനെ നേരിട്ട് കണ്ടേ പറ്റൂ. എന്താണിത്? ഇത് എവിടുന്നാണ് വന്നത്? എന്റെ കഴിവ് എന്നാന്ന് നിങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലായി കാണുമല്ലോ. എല്ലാവർക്കും 48 മണിക്കൂർ ഞാൻ ഇതാ തന്നിരിക്കുന്നു. നഗരം വിട്ട് മര്യാദയ്ക്ക് ഓടിക്കണം. കാരണം ഈ നഗരം എന്റെ ആവശ്യത്തിന് എനിക്ക് ഉപയോഗിക്കണം. അല്ലേലും ഞാനിപ്പോ നോൺ ലിവിങ് തിങ്സിനെ മാത്രമേ മോളിലേക്ക് വിട്ടയച്ചിട്ടുള്ളൂ. ഇനിയിപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ നഗരം വിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നാളെ ലിവിങ് തിങ്സിനെ കൂടി ഞാൻ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. അറിയാലോ. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായിരിക്കുന്നു എന്ന്. ഇതെന്തൊരു നാശം പിടിച്ച റിങ്ങാണ്. എല്ലാ സാധനങ്ങളും ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നല്ലോ അത്. പിന്നെ ആ സാധനങ്ങളോട്ട് കാണുന്നുമില്ല. അതെങ്ങനെയാ കാണാതെ പോയതെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇതൊക്കെ എങ്ങനെ സാധിക്കാ? ശിവ, നിന്റെ റോബോട്ട് ബി അന്നേരം ഇട്ടിരുന്നെങ്കിൽ ശരിക്കും കാര്യങ്ങൾ അറിയായിരുന്നു. ഞാൻ റോബോട്ട് ബീനെ അയച്ചിരുന്നു രേവ. പക്ഷെ അതിൽ നിന്നും ഒരു സിഗ്നലും കിട്ടിയില്ല. ചിലപ്പോ ബി ബാക്കിയുള്ള സാധനങ്ങളിൽ കൂട്ടിമുട്ടി ഡിസ്ട്രോയ് ആയി കാണും. ഇപ്പൊ സാധാരണ വസ്തുക്കളാണ് കാണാതെ ആയത്. ഇനി ജീവനുള്ള വസ്തുക്കൾ എങ്ങാനും കാണാതെ ആയാൽ ആകെ കുഴപ്പമാകും. ജീവനുള്ള വസ്തുക്കളെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അവരാദ്യം ലഡ്ഡു സിംഗ് സാറിനെ എനിക്ക് പൊക്കിക്കൊണ്ടു പോകുന്നത്. എന്താ ചെയ്യാ? അങ്ങനെ കൊണ്ടുപോയിട്ട് അവരെന്താണോ അവോ ചെയ്യാൻ പോകുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് എന്നെ? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? പക്ഷേ അവരെന്തിനാ ലഡ്ഡു സിംഗിനെ അറ്റാക്ക് ചെയ്യുന്നത്? കാരണം ലഡ്ഡു സിംഗ് സാറ് പോലീസ് ഇൻസ്പെക്ടർ അല്ലേ. അതുമല്ലാതെ നഗരത്തെ രക്ഷിക്കുന്നത് അദ്ദേഹമല്ലേ. അതുകൊണ്ട് അവരൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ആ റിങ് ശരിക്കും വന്ന് ലഡ്ഡു സിംഗ് സാറിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ലഡ്ഡു സിംഗ് സാർ അതുമായി ഏറ്റുമുട്ടേണ്ടിയൊക്കെ വരും. ആ ലഡ്ഡു സിംഗ് സാറിനെ ആ റിങ് എങ്ങാനും കൊണ്ടുപോയി കഴിഞ്ഞാല് എനിക്കറിയില്ല ലഡ്ഡു സിംഗിന്റെ അവസ്ഥ എന്താകൂന്ന്. എന്തിനാ എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പേടിച്ചിരിക്കുകയാണ്. എന്നെ കൊണ്ടുപോയി എന്തൊക്കെയാ ചെയ്യാൻ പോണത്? ശിവ, ഇവരോടൊന്നും മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടോ? പക്ഷേ ലഡു സിംഗ് സർ, നിങ്ങൾ എങ്ങനെയാ ഇവിടേക്ക് വന്നത്? അതെ ശിവ,
ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ പ്ലാൻ എന്താന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. അത്രേ ഉള്ളൂ. എന്നാ ശരി, ഓക്കെ. ആദ്യം നമ്മൾ നഗരത്തിൽ ചെന്ന് ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. റിങ് വരുമ്പോഴേക്കും അന്നേരം ആലോചിക്കുക എന്താ ചെയ്യേണ്ടെന്ന്. ഇതാ നോക്കൂ, വേദ നഗരത്തിൽ പുതിയൊരു പ്രശ്നം രൂപപ്പെട്ടിരിക്കുന്നു. ഒരു റിംഗ് നഗരത്തിലേക്ക് വന്നിട്ട് എല്ലാ വസ്തുക്കളും അതുള്ളിലേക്ക് വലിച്ചെടുത്തിട്ട് കൊണ്ടുപോകുന്നു. നഗരം വിട്ട് ജനങ്ങൾ ഒഴിഞ്ഞു പോകുന്നില്ലെങ്കിൽ എല്ലാം നശിപ്പിച്ചു കളയുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. വെരി ഗുഡ്. ആദ്യത്തെ എക്സ്പെരിമെന്റ് സക്സസ് ആയി കഴിഞ്ഞിരിക്കുന്നു. ആളുകളൊക്കെ ഏതാണ്ടും കുറച്ച് പേടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഡോസ് കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. എന്തെങ്കിലും ലിവിങ് തിങ് ഈ പ്രാവശ്യം വലിച്ചെടുത്ത് ഈ റോബോട്ടിന്റെ പേര് ശരിക്കൊന്ന് ഫേമസ് ആക്കണം. വരൂ, നമുക്ക് ആദ്യം ഈ ചെക്കനെ കൊണ്ട് തന്നെ അങ്ങ് തുടങ്ങിയേക്കാം. എന്താ പറഞ്ഞേ, ശരിയല്ലേ? അവൻ വളരെ സമർത്ഥനായിട്ടാണ് അവന്റെ സൈക്കിൾ രക്ഷിച്ചത്. നമ്മൾ ആ ചെറുക്കനെ ഒന്ന് പിടിക്കുകയാണെങ്കിൽ ആ നാട്ടിലുള്ള എല്ലാവരും നമ്മളെ ഒന്ന് പേടിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ശിവ, അങ്ങോട്ട് നോക്ക്. ആ റിങ് വീണ്ടും വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരുന്നത്. പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാരും ഒന്ന് അലേർട്ട് ആയി നിന്നാ മതി. അലേർട്ട്. ഓടിക്കോ, ഓടിക്കോ. നിങ്ങളൊന്നിനും കൊണ്ട് പേടിക്കണ്ട. എന്തിനാ പേടിക്കുന്നത്? ഞാൻ കൂടെ ഉണ്ടല്ലോ. എന്തായാലും നമുക്ക് ഒരുമിച്ച് അങ്ങ് പോയിട്ട് എന്താ സംഭവിക്കുന്നത് നോക്കാം. രക്ഷപ്പെട്ടു. ഹാപ്പി ലാൻഡിംഗ്. വരൂ വരൂ കുട്ടി, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം ഇവിടെ കാത്തിരുന്നത്. നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം നീ വളരെ മിടുക്കനായ ഒരു സാമർത്ഥ്യക്കാരനാണ്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അത് ശരി. അപ്പൊ ഇവിടെ വന്നും നിന്റെ സാമർത്ഥ്യം കാണിക്കുവാണല്ലയോ? പക്ഷെ ഇവിടെ നിന്ന് നിനക്ക് രക്ഷപ്പെട്ട് ഓടിപ്പോവാൻ സാധിക്കില്ല. എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് പറയൂ. ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു തോന്നിയ സ്ഥലത്ത് മോഷ്ടിക്കുന്ന ഒരു മോഷ്ടാവാണ്. ഞാൻ ഏത് സ്ഥലത്ത് പോകുന്നുവോ അവിടുന്ന് പെട്ടെന്ന് മോഷ്ടിച്ച് ഞാൻ സ്ഥലം വിടുന്നവനാ. ഞാൻ എന്റെ റിങ്ങിൽ എല്ലാം വലിച്ചെടുത്ത് ആൾക്കാരെയൊക്കെ പേടിപ്പിച്ച് ആ നാട്ടിൽ നിന്ന് വലിച്ചോടിക്കുന്നവനാ. ആ നഗരത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം എന്താണെന്ന് മനസ്സിലാക്കി അത് വലിച്ചെടുത്ത് മോഷ്ടിച്ച് സ്ഥലം വിട്ട് വേറെ നാട്ടിലേക്ക് പോകുന്നു. മനുഷ്യരെയും ആ റിങ്ങിലേക്ക് വലിച്ചെടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട്, മനസ്സിലായല്ലോ? ഞാൻ ഇന്ന് വരെയും ഒരു മനുഷ്യനെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഞാൻ ഒരു തവണ ഈ നഗരത്തിൽ നിന്നെല്ലാം മോഷ്ടിച്ചു പോയതിനു ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ച് നഗരത്തിലേക്ക് വരാം കേട്ടോ. അതിന് യാതൊരു കുഴപ്പമില്ല. ഇതുവരെ ഞാൻ 99 നഗരത്തിൽ നിന്ന് പലതും മോഷ്ടിച്ചിട്ടുണ്ട്. ഇതിപ്പോ 100ാമത്തെ സിറ്റിയാണ്. ഇവിടെ നിന്ന് മോഷ്ടിച്ച് എനിക്ക് എന്റെ സെഞ്ചുറി പൂർത്തിയാക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ കുട്ടി? നിങ്ങളുടെ സെഞ്ചുറി ഒരിക്കലും പൂർത്തിയാവില്ല. നിങ്ങൾ തീർച്ചയായും 99 തന്നെ ഔട്ട് ആകും. അങ്ങനെയാണോ? അപ്പൊ നീ എന്നെ തടയുന്നാണ് പറയണത്. എന്ന് പിടിക്കാവനെ. ഇനി അവസാനം എന്റെ ഈ ആയുധം പുറത്തെടുത്താലേ പറ്റൂ. നോക്കൂ. ഇത് ചക്കൻ എന്തായി കാണിക്കണേ? ഇവരെങ്ങോട്ടാണ് എന്നെ വലിച്ചോണ്ട് പോണത്? അയ്യോ, എന്നെ വെറുതെ വിടൂ. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്കുള്ളൂ. നോക്കൂ, ഞാനൊരു ഫൈറ്ററേ അല്ല. ഞാൻ വഴക്കുണ്ടാക്കാൻ ആഗ്രഹിക്കണില്ല. ഇതെന്തുവാ സാധനം? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫൈറ്റിംഗ് ഒന്നും ചെയ്യാറില്ലെന്ന്. എന്റെ ഈ കൈകളാണ് നിന്നോട് ഫൈറ്റ് ചെയ്യാ. ശിവ, അവനെ വെറുതെ വിടല്ലേ.
ചെറുക്കൻ എന്റെ റോബോട്ടിക് കൈകളൊക്കെ അങ്ങ് നശിപ്പിച്ചല്ലോ. ശിവ നിന്നോട് പറഞ്ഞിരുന്നുവല്ലോ നീ 99-ൽ ഔട്ടായി പോന്ന്. ഇനി നിനക്ക് ജയിലിലേക്ക് പോകാം. അവിടെ നിനക്ക് സെഞ്ചുറി അടിക്കാലോ. ജയിലിനകത്ത് നിനക്ക് വേണ്ടി ഞാനൊരു റിംഗ് ഉണ്ടാക്കാം. അതിനകത്ത് നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും തട്ടി കളിക്കാന്നേ, കേട്ടല്ലോ? മര്യാദക്ക് വന്നേ വരാൻ. Watch India's largest kids library only on Jio Hotstar. Download the app now.